പാകിസ്ഥാനിൽ ട്രംപിൻ്റെ ഒരു ബിസിനസ് ചാരനുണ്ടെന്ന് കേൾക്കുന്നു. അതായത് അസീം മുനീറിനും ട്രംപിനും ഇടയിൽ ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ബിസിനസ്സിന് ഇടനിലക്കാരനായിട്ട് ഒരാൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. ശരിക്കും ഇവർ ഈ പറയുന്ന ഭരിക്കാനല്ല ഇരിക്കുന്ന, ബിസിനസ് നടത്താനാണോ ഇരിക്കുന്നത്? അവരുടെ ഒരു താല്പര്യം അതിലേക്കാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പ്രിയൻ പറഞ്ഞതുപോലെ തന്നെ US-ൻ്റെ അജണ്ട ഇസ്ലാമാബാദിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ട് അയാളാണ് ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട് ട്രംപിനെയും അസീം മുനീറിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുന്ന ഈ ഒരാൾ എന്ന് പറയുന്നത്. 2025 ഏപ്രിൽ 15 ഈ ട്രംപിൻ്റെ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി സംരംഭം ഉണ്ടല്ലോ, വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ, അതിൻ്റെ ഉപദേഷ്ടാവായിട്ടാണ് ബിലാൽ ബിൻ സാഖിബ് എന്ന് പറയുന്നയാളെ നിയമിക്കുന്നത്. ഇതിന് ശേഷം തന്നെ ഉടനെ തന്നെ ജൂണിൽ ഈ പറയുന്ന ആളെ പാക് ക്രിപ്റ്റോ കൗൺസിലിൻ്റെ, അതായത് PCCയുടെ CEO ആയിട്ട് ഈ ബിലാലിനെ തന്നെ നിയമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇവർ അറിഞ്ഞുകൊണ്ട് പ്രത്യേകമായിട്ട് തീരുമാനം എടുത്തുകൊണ്ട് തന്നെ നടപ്പാക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രംപിൻ്റെ ഒരു എന്താ പറയുക ബിസിനസ്സിൻ്റെ കൈക്കാരനായിട്ടുള്ള ആളെ, ഉപദേഷ്ടാവായിട്ടുള്ള ആളെ പാകിസ്ഥാനിൽ കൊണ്ടുവന്ന് പാകിസ്ഥാനിലും ഇതിൻ്റെ CEO ആയിട്ടാണ് നിയമിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇവർ തമ്മിലുള്ള ഒരു ആശയവിനിമയം നടത്താനും ഇവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിനെ കാണാൻ കഴിയുള്ളൂ. ഈ 2025 ജൂണിൽ ബിറ്റ്കോയിൻ ആക്ടിൻ്റെ സ്പോൺസർമാരായിട്ടുള്ള ഒരു സെനറ്ററുണ്ട്, സിന്ധിയ ലുമീസ് എന്ന് പറയുന്നത്, ബാങ്കിങ് കമ്മിറ്റി സെനറ്ററായിട്ടുള്ള ബിൽ ഹെഗർട്ടി, വൈറ്റ് ഹൗസിലെ ഉപദേഷ്ടാക്കൾ, ന്യൂയോർക്ക് സിറ്റി മേയർ എറിക് ആഡംസ് തുടങ്ങിയിട്ടുള്ള നിരവധി നിയമനിർമ്മാണം നടത്തുന്നവരുമായിട്ട്, ആ ശ്രേണിയിൽപ്പെട്ടവരുമായിട്ട് ഈ പറയുന്ന ബിലാൽ കൂടിക്കാഴ്ച നടത്തുകയും പല നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് ഒരു നിസ്സാര കാര്യമായിട്ട് പറയാനും പറ്റില്ല. കാരണം ഇതിപ്പോൾ 2 വേഷമാണ് ഇയാൾക്കുള്ളത്. ഒന്ന് CEO, ഒന്ന് ട്രംപിൻ്റെ ഓഫീസിലെ ഉപദേഷ്ടാവ് എന്നുള്ളതാണ്. അപ്പോൾ ഈ മെയ് മാസത്തിലാണ് ഇയാളെ CEO ആയിട്ട്, അതായത് ഏപ്രിലിൽ WLFൻ്റെ ഉപദേഷ്ടാവായിട്ട് നിയമിക്കുന്നു, മെയ്യിൽ PCCയുടെ CEO ആയിട്ട് നിയമിക്കുകയാണ്. അപ്പം ഇതിൻ്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അതായത് അമേരിക്കൻ അജണ്ട എന്നുള്ളതാണ്. അമേരിക്കൻ അജണ്ട എന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ, അതായത് 2 രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന 2 പേരുടെ ബിസിനസ് എങ്ങനെ സുഗമമായിട്ട് നടത്താം എന്നുള്ളതാണ്. സത്യത്തിൽ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ആദ്യത്തെ ടേമിൽ ട്രംപുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ആദ്യത്തെ ടേമിൽ ഉള്ളതിനേക്കാൾ ശക്തമാണ് ഇപ്പോഴത്തെ 2ാമത്തെ ടേമിൽ ട്രംപുമായിട്ടുള്ള ഈ ബന്ധം എന്ന് പറയുന്നത്. ആ ബന്ധം അത്രത്തോളം ശക്തമാകാനുള്ള കാരണം അസീം മുനീർ എന്ന് പറയുന്ന അവിടുത്തെ ഫീൽഡ് മാർഷൽ തന്നെയാണ് എന്നുള്ളത്. കാരണം ഇവർ തമ്മിൽ ചെയ്യുന്നത് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ, ഈ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണല്ലോ. കള്ളപ്പണം വെളുപ്പിക്കൽ, ഇതുവഴി തീവ്രവാദത്തിന് ഫണ്ട് സമാഹരിക്കുക എന്നൊക്കെയാണ് ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങളും ഇന്ത്യയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടേറിയതാണ്. തീവ്രവാദ ഭീഷണി എന്നും നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് അത്. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്ന് ഇത് ജന്മം കൊണ്ട നാൾ മുതൽ നമ്മളുമായിട്ട് ഈ തീവ്രവാദ ഭീഷണിയും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഇവർക്ക് ഈ കള്ളപ്പണം വഴിയുള്ള ഫണ്ട് കിട്ടുക കൂടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇന്ത്യക്ക് ഈ പറയുന്നത് പോലെ എന്താ പറയുക വലിയ ഭീഷണി തന്നെയാണ് എന്ന് പറയുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ബിനാൻസ് ആണ്. ഇതാണ് ഈ എക്സ്ചേഞ്ച് നടത്തുന്നതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ചാനൽ. ഈ ബിനാൻസിൻ്റെ സ്ഥാപകനായിട്ടുള്ള ചാങ്പെങ് ഷാവോ എന്ന് പറയുന്ന ഒരാളുണ്ട്. അത് ഈ പറയുന്ന ഈ 2 വ്യക്തികൾക്കിടയിൽ നിൽക്കുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു കണ്ണിയാണ്. ഈ ബിനാൻസിനെ ചൈനയിൽ നിന്ന് അകറ്റി നിർത്തുന്നുണ്ട്. ഇത് ചൈന കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ചൈനയിൽ നിന്ന് അകറ്റി നിർത്തുന്നു എന്നുള്ള അവകാശവാദമൊക്കെ ഉയരുന്ന സമയത്ത് തന്നെ ഈ ഷാവോയ്ക്ക് ചൈനീസ് ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയുന്നുണ്ട് എന്നുള്ള വാർത്തകളുമൊക്കെ വരുന്നുണ്ട്. അതായത് ഈ ഷാവോയുടെ എന്താ പറയുക പങ്കാളി
ഭാര്യ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, പങ്കാളി എന്നാണല്ലോ അവർ പറയുന്നത്. പങ്കാളി ഈ ഹി എന്നാണ് അവരുടെ പേര്. ഈ ഹീക്ക് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗികമായിട്ട് ഉടമസ്ഥതയുള്ള ഒരു കമ്പനിയുണ്ട്. ഷിയ ടെക്നോളജി എന്നാണ് അതിൻ്റെ പേര്. ഈ ഷിയ ടെക്നോളജിയുടെ വൈസ് പ്രസിഡൻ്റാണ് ഈ പറയുന്ന ഷാവോയുടെ ഭാര്യ. അപ്പോൾ 2 രാജ്യങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു. പാകിസ്ഥാനും US തമ്മിലുള്ള ക്രിപ്റ്റോ കറൻസി ഇടപാട്. ഈ ക്രിപ്റ്റോ കറൻസി ഇടപാടിലേക്കാണ് ചൈന കൂടി വരുന്നത്. ചൈനയ്ക്ക് ഒരുപക്ഷെ നേരിട്ട് ബന്ധമുള്ളതായിരിക്കില്ല, പക്ഷെ അവരുമായി കേന്ദ്രീകരിച്ച് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗികമായിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആളാണ് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നയാളുടെ പങ്കാളി ഷാവോ എന്ന് പറയുന്നത്. നമുക്ക് അതിനെ അങ്ങോട്ട് നിസ്സാരമായി കളയാനും പറ്റില്ല. ഷാവോയുടെ ഈ പശ്ചാത്തലം കൂടുതൽ ആശങ്കകൾ നമുക്ക് ഉണ്ടാക്കും. തീവ്രവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കള്ളപ്പണം വെളുപ്പിക്കലിന് സൗകര്യം ഒരുക്കിയതിന് വേണ്ടിയിട്ട് ഈ ഷാവോയെ 4 മാസത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ആരാണ്? അമേരിക്കയിലാണ് ഈ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളത്. ഈ ഷാവോയ്ക്ക് ഇപ്പോൾ അമേരിക്കയിൽ ട്രംപുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഉള്ളത്. മാത്രമല്ല ഇയാൾ ഹമാസ്, അൽ ഖ്വയ്ദ, ISIS എന്നിവയുൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾക്കൊക്കെ ഫണ്ട് കൈമാറാൻ സഹായിച്ചതായിട്ട് അന്വേഷണങ്ങളിൽ കണ്ടെത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഇവർക്ക് ഫണ്ട് നൽകുന്നത് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഉപരോധമൊക്കെ മറികടന്നുകൊണ്ട് ഈ ഷാവോ എന്ന് പറയുന്ന ആള് ഇറാനിലേക്ക് $1.1 മില്യൺ ഇടപാടുകൾ നടത്തുന്നത് ഉൾപ്പെടെയുള്ള ഈ പറയുന്നത് ആ ഒരു ഡോളറിൻ്റെ ഇടപാട് നടത്തിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് നടത്തിയത് എന്നുള്ള കണ്ടെത്തലുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് 2023 നവംബറിൽ US നീതിന്യായ വകുപ്പും ട്രഷറിയും കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് കമ്മീഷൻ എന്നിവ ഈ ബിനാൻസ് എന്ന് പറയുന്ന കമ്പനി, ഈ ക്രിപ്റ്റോ കറൻസിയുടെ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്ന ചാലകമായിട്ട് നിൽക്കുന്ന ഈ ബിനാൻസ് എന്ന് പറയുന്ന കമ്പനിക്കെതിരെ റെക്കോർഡ് പിഴത്തുക ചുമത്തിയിട്ടുണ്ട്. നിസ്സാര പിഴത്തുകയല്ല, $4.3 ബില്യൺ പിഴയായിട്ട് ചുമത്തിയത്. ഈ ഷാവോ എന്ന് പറയുന്നയാളും ബിനാൻസും ഈ കുറ്റം ഇവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സമ്മതിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല ഈ ഷാവോയ്ക്കുമെതിരെ, ഈ ബിനാൻസിനെതിരെയും ഫ്രാൻസ്, ഇന്ത്യ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഈ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. നിലവിൽ ഈ പറയുന്ന ഷാവോ PCC, അതായത് പാക് ക്രിപ്റ്റോ കറൻസി കൗൺസിലിൻ്റെ അതിൻ്റെ ഉപദേഷ്ടാവായിട്ട് സേവനമനുഷ്ഠിക്കുക കൂടി ചെയ്യുന്നുണ്ട്. മാത്രമല്ല ട്രംപിൻ്റെ WLF ആയിട്ട്, അതായത് വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യലിൻ്റെ അതുമായിട്ട് ചേർന്നുകൂടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അപ്പോൾ തീർത്തും ഈ 3 രാജ്യങ്ങൾക്കിടയിൽ കിടന്ന് കളിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കള്ളപ്പണ വെളുപ്പിക്കൽ കേന്ദ്രമായിട്ട് ഈ ക്രിപ്റ്റോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല അലിഗേഷനുകൾക്കുമുള്ള ഒരു ഉത്തരമായിട്ട് ഈ 3 രാജ്യങ്ങളുടെയും പ്രതിനിധികൾ നേരിട്ട് ട്രംപിനും അസിം മുനീറിനും ഇതിൽ ബന്ധമുണ്ട്, അതിലേക്ക് ചൈനീസ് ബന്ധം കൂടി കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ക്രിപ്റ്റോ സംരംഭത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായിട്ട് പ്രവർത്തിക്കുന്നത് ബിലാൽ ബിൻ സാഹിബാണ്. ഈ ബിലാൽ ബിൻ സാഹിബുമായിട്ട് ഈ പറയുന്ന ഷാവോയ്ക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇതിലൂടെ ഇന്ത്യയെ ഇവർ ലക്ഷ്യം വെക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഇന്ത്യയെ തകർക്കുക എന്നുള്ളതും ഇവരുടെ ഒരു ലക്ഷ്യമാണ്. ബിലാലിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ഷെൽ കമ്പനികളുടെ ഒരു ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരൊറ്റ വിലാസമേ ഉള്ളൂ, പക്ഷേ ഈ സ്ഥാപനങ്ങൾക്ക് വെബ്സൈറ്റുകളോ സാങ്കേതികപരമായിട്ടുള്ള സുതാര്യതയോ ഒന്നും തന്നെ ഇല്ലതാനും. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ നിയമവിരുദ്ധമായിട്ടുള്ള ധനകാര്യം കൈകാര്യം ചെയ്യുന്ന അൽ മുസ്തഫ ട്രസ്റ്റുമായിട്ട് പങ്കാളിത്തമുള്ള ചാരിറ്റബിൾ സംഘടനയായിട്ടുള്ള തയാബ UK എന്ന് പറയുന്ന കമ്പനിയുടെ 75% ഈ പറയുന്ന ബിലാലിൻ്റെ സഹോദരി മിനാഹിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. വിരമിച്ച ആർമി, നാവിക, വ്യോമസേന ഉദ്യോഗസ്ഥരാണ് ഈ പറയുന്ന ചാരിറ്റി എന്ന് പറയുന്നത് നടത്തുന്നത്. ഇതിന് പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ഡയറക്റ്റ് ഔദ്യോഗിക ബജറ്റുമായിട്ടൊന്നും ഇതിന് ബന്ധവുമില്ല. ആ രംഗവുമായിട്ട് ഇവർക്ക് ഡയറക്റ്റ് ബന്ധവും ഇല്ല. 2025 മെയ് മാസത്തിൽ ക്രിപ്റ്റോ കരാർ ഒപ്പുവെച്ചതിന് ശേഷം US പാകിസ്ഥാൻ ബന്ധം വളരെ കൂടുതൽ ആഴത്തിലാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ മുനീറിൻ്റെ 2 മാസത്തിനുള്ളിൽ വാഷിങ്ടൺ സന്ദർശനം, അതായത് 2 മാസത്തിനുള്ളിൽ
പടപടേ എന്ന് പറഞ്ഞിട്ട് 2 തവണ അസീം മുനീർ ഈ പറയുന്ന ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതിലും ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസി ഇടപാടുകളും ഇവരുമായിട്ടുള്ള ബന്ധങ്ങളുമൊക്കെ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മളെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഈ എന്താ പറയുക രഹസ്യ ക്രിപ്റ്റോ കറൻസി ഇടപാടുകളും തന്ത്രപരമായിട്ടുള്ള നിയമനങ്ങളും വഴി ഊർജിതമായിട്ട് ട്രംപിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ഈ സജീവമായി നടക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്കിടയിലുള്ള ചാലക ശക്തിയായിട്ട് ഈ ബിലാലും ഷാവോയും പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഈ 2 നേതാക്കൾക്കും ബന്ധമുള്ള ആളുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ചേർന്ന് നടത്തുന്ന ഒരു വലിയ യുദ്ധം, അതായത് ഒരു എന്താ പറയുക നിഴൽ യുദ്ധം അല്ലെങ്കിൽ രഹസ്യ യുദ്ധം ഇന്ത്യക്കെതിരെ നടത്തുന്നുണ്ട് ഈ ക്രിപ്റ്റോ കറൻസി വഴി. നമ്മുടെ രാജ്യത്തും ക്രിപ്റ്റോ കറൻസി വഴിയുള്ള പലതരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.